പാർട്ടി അണികൾ നിങ്ങളോട് ആവശ്യപ്പെട്ടതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. പാർട്ടി അണികൾ നിങ്ങളോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണഭൂതത്തിന്റെ പെരുമാറ്റം, കാരണഭൂതത്തിന്റെ ഇത്തരത്തിൽപ്പെട്ട ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ അല്ലേ? കാരണഭൂതം മാറണം എന്ന് എത്രയോ ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞു, എത്രയോ ഏരിയ കമ്മിറ്റികൾ പറഞ്ഞു, എത്രയോ ലോക്കൽ കമ്മിറ്റികൾ പറഞ്ഞു, എത്രയോ ബ്രാഞ്ച് കമ്മിറ്റികൾ പറഞ്ഞു. ചില ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? കാരണഭൂതത്തെ മാറ്റാതെ, ഈ പറയുന്ന അപ്പം ഗോവിന്ദനെ മാറ്റാതെ ഞങ്ങളിനി പാർട്ടി ഓഫീസിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരുപാട് നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഒരുപാട് താഴെ തട്ടിലുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഇതൊന്നും കേട്ടില്ല, ഇതൊന്നും ഈ രേഖയിലില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഗോവിന്ദനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നത്. ഇമ്മാതിരി ഒരു മണികൂടാഞ്ചൻ സെക്രട്ടറി വേണ്ട എന്ന് പറയുന്നു. പക്ഷേ അത് ഈ തെറ്റുതിരുത്തൽ രേഖയിലില്ല. അതേപോലെ തന്നെ അതായത് ഈ റിവ്യൂ രേഖയിലില്ല. ഈ കാരണഭൂതത്തിനെതിരെയുള്ള ഇത്തരത്തിൽപ്പെട്ട ആരോപണങ്ങൾ അതിൻ്റെ അകത്ത് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവസാനം കണ്ണുപൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതായത് കണ്ണൂരിലെ എന്താ പറയാ ജില്ലാ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു പിഴവ് സംഭവിച്ചു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന് നിങ്ങൾ വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നാണ് ആര് ചോദിക്കുന്നത്? ടി കെ ജി ചോദിക്കുന്നത്. ടി കെ ജി ഇതൊക്കെ സംസാരിക്കുമ്പോൾ ടി കെ ജിയുടെ അടുത്ത് വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു. നേതൃത്വത്തെ തിരുത്തേണ്ടത് അണികളാണ് എന്ന പുസ്തകം എഴുതിയ ഈ കുഞ്ഞികൃഷ്ണനും അടുത്തുണ്ടായിരുന്നു. ഇവരുടെ സംയുക്ത പത്രസമ്മേളനമായിരുന്നു കുറച്ചു മുമ്പ് കണ്ടത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് തെറ്റായി പോയി എന്നാണ് അപ്പം ഗോവിന്ദൻ പറയുന്നത്. ടി കെ ജി ചോദിക്കുകയാണ്, ആ സന്ദേശം പാറി വന്നതാണോ? എങ്ങനെയാണ് സന്ദേശം വന്നത്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ കേരളത്തിൽ ഒരു ആഗോള സംഗമം നടക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഇവർക്ക് അയച്ചു കൊടുത്ത സന്ദേശമാണോ? അല്ലല്ലോ. ആ സന്ദേശം ഈ പറയുന്ന യോഗി ആദിത്യനാഥിനോട് ചോദിച്ചു വാങ്ങിയതല്ലേ? ആരാണ് ചോദിച്ചു വാങ്ങിയത്? ഈ സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സന്ദേശം അയച്ചു കൊടുക്കുമോ? വി ഗോവിന്ദൻ പറഞ്ഞ പൊള്ളയായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വ്യാജമായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണോ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേലോട്ടുള്ള കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞത് അതൊന്നും കേൾക്കാതെ, അതൊന്നും രേഖപ്പെടുത്താതെ ഇവര് ഭാഗം സേഫ് ആക്കിക്കൊണ്ട് ഇവര് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ജനങ്ങളോടും അതിലുപരി പാർട്ടി സഖാക്കളോടുമുള്ള ഏറ്റവും കടുത്ത വഞ്ചനയാണ് എന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ചു മുമ്പാണ് തളിപ്പറമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ജി, അതായത് ടി കെ ഗോവിന്ദൻ, പിന്നീട് പയ്യന്നൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MLA ബി കുഞ്ഞികൃഷ്ണൻ, ഈ രണ്ടുപേര് സംയുക്തമായി ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ സംസാരിച്ചത് ടി കെ ജിയാണ്, ടി കെ ഗോവിന്ദനാണ് സംസാരിച്ചത്. അപ്പോൾ ടി കെ ഗോവിന്ദൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തായാലും ഇത് എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള മലയാളികൾ മിക്കവാറും ഇത് കണ്ടിരിക്കും. നമ്മുടെ മറ്റേ ഗോവിന്ദൻ, ഏത് അപ്പം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റിയിലെ ഈ റിവ്യൂ റിപ്പോർട്ട്, സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച റിവ്യൂ റിപ്പോർട്ട്, അതായത് എങ്ങനെയാണ് CPM ഇത്ര ഭീകരമായി തോറ്റത്, തോൽവിക്കുള്ള കാരണങ്ങൾ എന്താണ്, ഇത് ബ്രാഞ്ച് തലം മുതൽ ജില്ലാ തലം വരെ ചർച്ച ചെയ്ത് ആ അംഗങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ കേട്ട ശേഷം തയ്യാറാക്കിയ ആ റിവ്യൂ റിപ്പോർട്ടാണ് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചതും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചില നിർദ്ദേശങ്ങൾക്കുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ആ റിപ്പോർട്ട്, ഇതിനെക്കുറിച്ചാണ്, ആ റിപ്പോർട്ടിനെ കുറിച്ചാണ് അപ്പം ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞത്. അപ്പൊ അപ്പം ഗോവിന്ദൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം തെറ്റാണ് എന്നും ഈ പാർട്ടി നന്നാവാൻ ഈ പാർട്ടിക്ക് ഉദ്ദേശമില്ലേ എന്നൊക്കെയാണ് ടി കെ ഗോവിന്ദൻ ചോദിക്കുന്നത്. അതായത് വീണ്ടും ജനങ്ങളോട് കള്ളം പറയുകയാണ് ഈ MV ഗോവിന്ദൻ, അതായത് അപ്പം ഗോവിന്ദൻ. ഈ രണ്ട് ഗോവിന്ദന്മാരുള്ളപ്പം കൺഫ്യൂഷൻ ആവണ്ട. പത്രസമ്മേളനം നടത്തിയത് ടി കെ ഗോവിന്ദനാണ്. അതായത് തളിപ്പറമ്പില് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദനാണ് പത്രസമ്മേളനം നടത്തിയത്. നമ്മളോട് ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനാണ്. ആ MV ഗോവിന്ദൻ പറഞ്ഞ പൊള്ളയായ കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ, വ്യാജമായ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണോ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേലോട്ടുള്ള കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞത് അതൊന്നും കേൾക്കാതെ, അതൊന്നും രേഖപ്പെടുത്താതെ ഇവര് ഭാഗം സേഫ് ആക്കിക്കൊണ്ട് ഇവര് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ജനങ്ങളോടും അതിലുപരി
പാർട്ടി സഖാക്കളോടുമുള്ള ഏറ്റവും കടുത്ത വഞ്ചനയാണ് എന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത് കേട്ടോ. അദ്ദേഹം എണ്ണി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എന്തുകൊണ്ടാണ് ശ്യാമള തോറ്റത്, അല്ലെങ്കിൽ അവിടെ എന്തായിരുന്നു പ്രശ്നം? ടി കെ ജി പറയുകയാണല്ലോ, ഈ പി കെ ശ്യാമള വേണ്ട എന്ന് പറഞ്ഞത് ജില്ലാ കമ്മിറ്റിയാണ്. ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും. ഗോവിന്ദൻ നമ്മളോട് പറഞ്ഞത് എന്താണ്? എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന അപ്പം ഗോവിന്ദൻ നമ്മളോട് പറഞ്ഞത് ഇത് ജില്ലാ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജില്ലാ കമ്മിറ്റിക്ക് പിഴവ് സംഭവിച്ചു, അല്ലേ? അങ്ങനെയാണ് ഗോവിന്ദൻ പറഞ്ഞത്. അതായത് സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തു. സംസ്ഥാന സെക്രട്ടറിക്കൊന്നും പറ്റിയില്ല, കാരണഭൂതത്തിനും ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ ടി കെ ജി ചോദിക്കുകയാണ്, ഈ ജില്ലാ കമ്മിറ്റിയാണ് ഈ പറയുന്ന പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതെങ്കിൽ ആരാണ് ജില്ലാ സെക്രട്ടറിക്ക് ആ നിർദ്ദേശം നൽകിയത്? ചോദിക്കുകയാണ്, ആരാണ് ജില്ലാ സെക്രട്ടറിക്ക് പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കാൻ ആര് നിർദ്ദേശം നൽകി? ഒന്ന്, ഈ ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിഭാഗങ്ങളും 99% അംഗങ്ങളും ശ്യാമള പറ്റില്ല എന്ന് പറഞ്ഞു. മണ്ഡലം കമ്മിറ്റിയിലെ 100% അംഗങ്ങളും ശ്യാമള പറ്റില്ല എന്ന് പറഞ്ഞു. താഴെ തട്ടിലുള്ള എല്ലാ ഘടകങ്ങളും ശ്യാമള പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഈ ജില്ലാ സെക്രട്ടറി പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ആര് പറഞ്ഞിട്ടാണ്? ഒന്നുകിൽ അത് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അത് കാരണഭൂതം പറഞ്ഞിട്ടാണ്. അതാണ് ടി കെ ജി വരെ രണ്ടാളുടെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ടി കെ ജി ചോദിക്കുകയാണ്, എങ്ങനെയാണ് ആ ജില്ലാ സെക്രട്ടറി എങ്ങനെയാണ് ഈ പി കെ ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുക? കാരണം ജില്ലാ കമ്മിറ്റിയിലെ ആൾക്കാർ മുഴുവനും ശ്യാമള വേണ്ടാന്ന് പറഞ്ഞു, മണ്ഡല കമ്മിറ്റിയിലെ ആൾക്കാർ മുഴുവൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ടും ശ്യാമള സ്ഥാനാർത്ഥിയായെങ്കിൽ ഇതാരുടെ താല്പര്യം? ആരാണ് പറഞ്ഞത്? പറയണം ഗോവിന്ദ, പറയണം കാരണഭൂതമേ. അടുത്തതായി പറയുന്നു വെള്ളാപ്പള്ളിയുടെ കാര്യം. വെള്ളാപ്പള്ളിക്കെതിരെ വേണ്ട രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിയില്ല എന്നതാണ് ജനങ്ങൾ മനസ്സിലാക്കിയ കാര്യം എന്നൊക്കെയാണല്ലോ ഇയാൾ വളഞ്ഞു കെട്ടി പറയുന്നത്. ആര്? ഈ അപ്പം ഗോവിന്ദൻ. അപ്പൊ ടി കെ ജി ചോദിക്കുകയാണ്, ഒന്ന്, വെള്ളാപ്പള്ളി ഈ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരായ പ്രസ്താവനകൾ നടത്തിയപ്പോ പാർട്ടി ഒരിക്കൽ പോലും അതിനെ തള്ളിപ്പറഞ്ഞിരുന്നില്ല. പാർട്ടിയുടെ മതേതര വോട്ടുകൾ അങ്ങനെ നഷ്ടപ്പെട്ടു. അങ്ങനെ മുസ്ലിം മതവിഭാഗത്തിനെതിരെ മോശം അഭിപ്രായം പ്രകടനം നടത്തിയ ഈ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോയി. അപ്പം ഗോവിന്ദൻ എന്താ പറഞ്ഞത്? നടന്നു പോകുന്ന വെള്ളാപ്പള്ളി കണ്ടപ്പോ കാറ് നിർത്തി അതിൽ കയറ്റി നിർത്തി കൊണ്ടുവന്നു നോക്കിയാണല്ലോ പറഞ്ഞത്. ചോദിക്കുകയാണ്, അങ്ങനെയായിരുന്നു യാഥാർത്ഥ്യം? അതല്ല. കാരണം വെള്ളാപ്പള്ളി നമ്മളോടൊപ്പമാണ് എന്ന് ഹൈന്ദവ സമുദായത്തെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹൈന്ദവ പക്ഷത്തോടൊപ്പമാണ്, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്, ഞങ്ങൾ ഈഴവർക്കൊപ്പമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ ഈ പറയുന്ന വെള്ളാപ്പള്ളിയെ ഈ കാറിൽ കയറ്റി കൊണ്ടുപോയത്? അതല്ലാതെ നടന്നു പോകുമ്പോ പാവം ഇത്ര വയസ്സായില്ലേ, ഇങ്ങനെ നടന്നു പോകണമെന്ന് വിചാരിച്ചുകൊണ്ടെന്നാ വെള്ളാപ്പള്ളിയേട്ടാ കാറിൽ കയറിക്കോളി എന്നല്ലല്ലോ പറഞ്ഞത്. മറ്റൊന്ന് ചോദിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചതിനെ കുറിച്ചാണ്. അത് വളരെ വളരെ രസകരമായിട്ടാണ് ടി കെ ജി ചോദിക്കുന്നത്. ഈ സന്ദേശം, യോഗി ആദിത്യനാഥിന്റെ സന്ദേശം അവിടെ വായിച്ചത് തെറ്റായി പോയി എന്നാണ് പറയുന്നത്. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് തെറ്റായി പോയി എന്നാണ് അപ്പം ഗോവിന്ദൻ പറയുന്നത്. ടി കെ ജി ചോദിക്കുകയാണ്, ആ സന്ദേശം പാറി വന്നതാണോ? എങ്ങനെയാണ് ആ സന്ദേശം വന്നത്? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ കേരളത്തിൽ ഒരു ആഗോള സംഗമം നടക്കുന്നുണ്ടല്ലോ എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഇവർക്ക് അയച്ചു കൊടുത്ത സന്ദേശമാണോ? അല്ലല്ലോ. ആ സന്ദേശം ഈ പറയുന്ന യോഗി ആദിത്യനാഥിനോട് ചോദിച്ചു വാങ്ങിയതല്ലേ? ആരാണ് ചോദിച്ചു വാങ്ങിയത്? ഈ സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെടാതെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു സന്ദേശം അയച്ചു കൊടുക്കുമോ? ഇവിടെ പ്രതിക്കൂട്ടിലാകുകയാണ് കാരണഭൂതം. ചോദിക്കുന്നത് ടി കെ ജി ആണ്. അപ്പൊ ടി കെ ജി പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു വാട്സപ്പ് നമ്പറും കൊടുത്ത് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നത്? ജനങ്ങളോട് നിങ്ങൾ എന്തിനാണ് അഭിപ്രായം ചോദിക്കുന്നത്? നിങ്ങളുടെ പാർട്ടി അണികൾ നിങ്ങളോട് ആവശ്യപ്പെട്ടതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. പാർട്ടി അണികൾ നിങ്ങളോട് ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാരണഭൂതത്തിന്റെ പെരുമാറ്റം, കാരണഭൂതത്തിന്റെ ഇത്തരത്തിൽപ്പെട്ട ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ, അല്ലേ? കാരണഭൂതം മാറണം എന്ന് എത്രയോ ജില്ലാ കമ്മിറ്റികൾ പറഞ്ഞു, എത്രയോ ഏരിയ കമ്മിറ്റികൾ പറഞ്ഞു, എത്രയോ ലോക്കൽ കമ്മിറ്റികൾ പറഞ്ഞു, എത്രയോ ബ്രാഞ്ച് കമ്മിറ്റികൾ പറഞ്ഞു. ചില ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? കാരണഭൂതത്തെ മാറ്റാതെ, ഈ പറയുന്ന അപ്പം ഗോവിന്ദനെ മാറ്റാതെ ഞങ്ങളിനി പാർട്ടി ഓഫീസിലേക്ക് ഇല്ല എന്ന് പറയുന്ന ഒരുപാട് നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഒരുപാട് താഴെ തട്ടിലുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഇതൊന്നും കേട്ടില്ല, ഇതൊന്നും ഈ രേഖയിലില്ല എന്ന് പറഞ്ഞാൽ അപ്പം ഗോവിന്ദനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നത്. ഇമ്മാതിരി ഒരു മണികൂടാഞ്ചൻ സെക്രട്ടറി വേണ്ട എന്ന് പറയുന്നു. പക്ഷേ അത് ഈ തെറ്റുതിരുത്തൽ രേഖയിലില്ല. അതേപോലെ തന്നെ അതായത് ഈ റിവ്യൂ രേഖയിലില്ല. ഈ കാരണഭൂതത്തിനെതിരെയുള്ള ഇത്തരത്തിൽപ്പെട്ട ആരോപണങ്ങൾ അതിൻ്റെ അകത്ത് ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ അവസാനം കണ്ടുപൊടിയിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതായത് കണ്ണൂരിലെ എന്താ പറയാ ജില്ലാ കമ്മിറ്റിക്ക് പറ്റിയ തെറ്റാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു പിഴവ് സംഭവിച്ചു ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ
ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിന് നിങ്ങൾ വീണ്ടും വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്നു എന്നാണ് ആര് ചോദിക്കുന്നത്? TKG ചോദിക്കുന്നത്. TKG ഇതൊക്കെ സംസാരിക്കുമ്പോൾ TKGയുടെ അടുത്ത് വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടായിരുന്നു. നേതൃത്വത്തെ തിരുത്തേണ്ടത് അണികളാണ് എന്ന പുസ്തകം എഴുതിയ ഈ കുഞ്ഞികൃഷ്ണനും അടുത്തുണ്ടായിരുന്നു. ഇവരുടെ സംയുക്ത പത്രസമ്മേളനമായിരുന്നു കുറച്ചു മുമ്പ് കണ്ടത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏറ്റവും വലിയ ആകുലത എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ അവരുടെ പേടി എന്ന് പറഞ്ഞാൽ, സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിറങ്ങിപ്പോയ TK ഗോവിന്ദനെ, അല്ലെങ്കിൽ ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണനെ, G സുധാകരനെ, അതുപോലുള്ള നേതാക്കൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ CPM-ന് പറ്റുന്നില്ല. ഇപ്പൊ ജനങ്ങൾ യാഥാർത്ഥ്യം അറിഞ്ഞു. അപ്പം ഗോവിന്ദൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ് എന്ന് ജനങ്ങൾ അറിയുകയാണ്. എന്ന് പറഞ്ഞാൽ CPM-ന് ഇനിയും പഴയ പോലെ കള്ളത്തരം പറഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല. നേരിടാൻ, എതിർക്കാൻ മറ്റൊരു ചേരിയുണ്ട്. ഇവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ചേരി. ഞാൻ നേരത്തെ ഇന്ന് രാവിലെ ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉദയം കൊള്ളുകയാണ്. അതിനുള്ള സൂചനകൾ പുറത്തു വരികയാണ്.